തിരുവനന്തപുരത്ത് നിന്ന് 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് പാലക്കാട് നിന്ന് ബസ്സിൽ കയറിയതാണ്. ബസ്സിൽ കയറിയ ആൾക്കാർ ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുവായിരുന്നു ബാഗും കൈ വെച്ചിട്ട്. പിച്ചോ നുള്ളോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കി ആരെയും കാണൂല. എവിടുന്നോ കൈകൾ വരും. ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ലേ തല പൊക്കാൻ പറ്റുന്നില്ല. ഒന്ന് റിയാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. ഭയങ്കര തിരക്കാണ്. ആരോട് പറയാനേ ഒന്നുമില്ല. അടുത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ കാണുന്നുണ്ട്. ആറ്റിക്കൽ വന്നിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ വീട്ടിൽ ചെന്ന് ഉടുപ്പൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു ചുരിദാറായിരുന്നു കത്തിച്ചളഞ്ഞ്. സ്ത്രീകൾക്ക് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടൊരു രാത്രി യാത്ര തമ്പാനൂർ 7 to 9:30 ആണ് ഞങ്ങൾ നടന്നത്. അപ്പോൾ ആൾക്കാർ അപ്പം തൊട്ടേ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്തൂടെ വന്ന് കമന്റ് പറയുന്നുണ്ട്, വരുന്നോന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചു. ഞാനിങ്ങനെ നടന്ന് ക്രോസ് ചെയ്തപ്പോഴാണ് ഒരു മനുഷ്യൻ കൈ കയറി പിടിക്കാൻ വന്നത്. തിരുവനന്തപുരത്തിനെ ചീത്തയാക്കി എന്ന് പറഞ്ഞ് നിങ്ങൾ പാടിച്ച ഭയങ്കര വൃത്തികേടായിപ്പോൾ, ഇത്രയും കാലം നിങ്ങളെ കുറിച്ച് ഒരു മാന്യത ഉണ്ടായിരുന്നു, നിങ്ങളെ ഏറ്റവും വൃത്തിയുടെ സ്ത്രീയായിട്ട് കണ്ണിൽ അതപ്പതിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എത്ര പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപക്ഷെ സൗമ്യയുടെ കേസ് വന്നതിന് ശേഷമാണ് ആൾക്കാർ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറിയത്. ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ പാർവതി. ഒന്നാമത്തെ പടം സിബി സാറിന്റെ പടത്തിൽ ഒരു തമിഴ് ആക്ടർ ഉണ്ടായിരുന്നു. അയാൾ കുറച്ച് മോശമായിട്ട് ടച്ച് ചെയ്ത് മലയാളം പടത്തിന് ഒരു തമിഴ് ആക്ടർ അയാൾ മോശമായിട്ട് ഒരു അൺവാണ്ടഡ്, അവിടെ എല്ലാവർക്കും അറിയാം, അത് സാറിനും അറിയാം. എല്ലാരും മുന്നേ വെച്ചിട്ടാണ് ഷോട്ടില് ടേക്കില് മോശമായിട്ട് പെരുമാറി. ഫുൾ ഫ്രണ്ട്സ് ആണ്. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫ്രണ്ട്സാണ്. എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിക്കുന്നത്, ഏറ്റവും കൂടുതൽ എന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഫ്രണ്ട്സാണ്. മൈൽസ്റ്റോൺ മേക്കേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം അതിഥിയായി പ്രശസ്ത അഭിനേത്രി, ആങ്കർ, സൈക്കോളജിസ്റ്റ്, ലോയർ ശ്രീമതി മാലാ പാർവതി. നമസ്കാരം ചേച്ചി. ലോയറല്ല കേട്ടോ, LLB പഠിച്ചു. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല. ഫൈനൽ ഇയർ എക്സാം എഴുതിയിട്ടില്ല. മൂഡ് കോട്ട് വരെ കഴിഞ്ഞു, പക്ഷെ ഫൈനൽ ഇയർ എക്സാം എഴുതിയില്ല. അങ്ങനെ അത് പറയാൻ പറ്റില്ല. LLB പഠിച്ചു. 3 വർഷം ക്ലാസ്സിൽ പോയി റെഗുലർ ആയിട്ടിരുന്ന് പഠിച്ചു. നമ്മളെ ലൈഫിൽ നമ്മളാക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മളെ ചുറ്റുമുള്ള വ്യക്തികൾ, കണ്ടുമുട്ടുന്ന പുതിയ പരിചയങ്ങൾ, അവരിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ അനുഭവങ്ങൾ ഒക്കെയാണ് നമ്മളാക്കി മാറ്റുന്നത്. അപ്പോൾ മാലാ പാർവതി എന്ന വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തി രൂപീകരിക്കപ്പെട്ടതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ഭയങ്കര ജനറലൈസ്ഡ് ആണ് ഇതൊക്കെ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എന്ത് പറയണമെന്ന് ആലോചിച്ചത് ഞാനെന്ന വ്യക്തി എവിടുന്നാണ് രൂപീകരിക്കപ്പെട്ട് തുടങ്ങിയതെന്നാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 2 പെൺമക്കളിലെ ഇളയാളാണ്. 2 വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ പ്രായത്തിന്, 6.5 വയസ്സ് വ്യത്യാസം. ചേച്ചി ഭയങ്കര സ്മാർട്ടായിട്ട്, ഭയങ്കര ഇൻ്റലിജൻറ്റും ബ്യൂട്ടിഫുള്ളും മിടുക്കിയായിട്ടുള്ള ഒരാൾ, എക്സ്ട്രാ ഓർഡിനറി, ഒരു ജീനിയസ് പോലെ ഒരാളായിരുന്നു. അപ്പം ഞാൻ രണ്ടാമത് കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ പലപ്പോഴും ഒരു ഭയങ്കര സ്ലോ വണ്ണമൊക്കെ ആയിട്ട്, ഗുണ്ടായിട്ട്, ഇങ്ങനെ വീട്ടിനകത്ത് ഇങ്ങനെ ഒരു കാഴ്ചക്കാരിയെ പോലെ വളർന്നിട്ടുള്ള ഒരു ആളാണ്. അപ്പം എന്നെ നോക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. അമ്മയും അച്ഛനെയും ഭയങ്കര തിരക്കായിരുന്നു. അമ്മയുടെ ഒരു തിരക്കുള്ള സമയത്താണ് അമ്മ മെഡിക്കൽ കോളേജ് ഡോക്ടറായിരുന്നു. അമ്മ എനിക്കൊന്നും O6 എന്ന് പറയുന്ന യൂണിറ്റ്, അതായത് ഓബ്സ്റ്ററ്റിക് 6th യൂണിറ്റിൻ്റെ ഹെഡായി മാറുമ്പോഴൊക്കെയാണ് ഞാൻ ജനിക്കുന്ന സമയം. അപ്പോൾ അമ്മ ആ സമയത്ത് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ എന്നെ ശാന്ത എന്ന് പറഞ്ഞ ചേച്ചിയാണ് നോക്കിയിരുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ ഭയങ്കര ഒരു നഴ്സറി പോകുന്നു, വരുന്നു, അങ്ങനെ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ പറയാം. അങ്ങനെ വളരെ എല്ലാവരും കളിക്കുമ്പോൾ കളിക്കാൻ അറിയാത്ത, ചുമ്മാ പോയി കളിച്ചാൽ ആൾക്കാർ എന്നെ ഓടിച്ചു വിടുന്നു. വെച്ചാൽ ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ എല്ലാം തറയിലിടും. ഭയങ്കര ക്ലംസി ഒരു കിഡായിരുന്നു. അങ്ങനെ ഒരു മിടുക്കോ ഒരു കഴിവോ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്ത ഒരു ബാല്യമാണ് എൻ്റെ ആയിരുന്നത്. അത് ഞങ്ങൾ താമസിക്കുന്ന മെഡിക്കൽ കോളേജിലെ ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു ആ സമയത്ത്, B12 എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട് വെച്ച് മാറിയപ്പോൾ വീട്ടിൻ്റെ അടുത്ത് ഒരു നെയ്ബർ ഉണ്ടായിരുന്നു, ബിന്ദു, അനിത എന്നൊക്കെ പറഞ്ഞിട്ട്. ബിന്ദുവിൻ്റെ അനിതയുടെ ആ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരിക്കും ഒരു പക്ഷേ എന്നെ കുറച്ചും കൂടെ ഒരു കൂട്ടുകാരാണ് എന്നെ ഞാൻ ആക്കിയത് എന്ന് വേണേൽ പറയാം. അത് ചെറുപ്പം മുതൽ, ഒരു 6ാം ക്ലാസ് മുതൽ എനിക്ക് കിട്ടി തുടങ്ങിയ
എൻ്റെ കുറേ ഫ്രണ്ട്സും കൂട്ടുകാരും ഒക്കെയാണ് എനിക്ക് വേറെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം അത് ഇന്ന് വരെ അങ്ങനെ ശരിയാണ്. ഫുൾ ഫ്രണ്ട്സാണ് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫ്രണ്ട്സാണ്. എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിക്കുന്നത്, ഏറ്റവും കൂടുതൽ എന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഫ്രണ്ട്സാണ്. അത് ഹസ്ബൻഡും ഫ്രണ്ടിൻ്റെ കണത്തി വരും. ഞങ്ങളൊക്കെ ഏറ്റവും നല്ല കൂട്ടുകാരാ. ഈ ഒരു എന്താ പറയുക, ആക്ടിങ് എന്നുള്ളൊരു കരിയറിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ പുറകിലേക്ക് വിട്ടുപോയത് നമ്മളെ സക്സസ്ഫുള്ളി ഇത്രയും നാൾ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന നമ്മളെ എന്താ പറയുക നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം ആക്ടിങ് എന്ന് പറയുന്നത് ഒട്ടും സ്റ്റേബിളായിട്ടുള്ളൊരു പ്രൊഫഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. ഏത് സാഹചര്യത്തിലാണ് സിനിമ എനിക്ക് ഓക്കെ എൻ്റെ കരിയറാണ് ഇപ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോഴും MSL വർക്ക് ചെയ്യല്ലേ. ഫിനാൻഷ്യലി നമ്മൾ സിനിമയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ വരും. നമ്മൾ തളർന്നു പോകും. കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് എൻ്റെ ഫാമിലിയെ നോക്കണം. ഞാൻ ഹസ്ബൻഡ് റിട്ടയർ ചെയ്തു, മോനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാനാണ് ഫാമിലി നോക്കേണ്ട ആൾ, ഞാനാണ് ഒരു ബ്രെഡ് വിന്നർ ഉള്ളത്. എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാണ് മാസം കൃത്യമായിട്ട് വലിയ പൈസയൊന്നും അല്ല എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഫുൾ ടൈം അല്ല അവരോട് വർക്ക് ചെയ്യുന്നത്, ഫ്രീലാൻസ് ചെയ്ത. പക്ഷെ ഒരു നിശ്ചിത വരുമാനം എനിക്ക് വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് എനിക്ക് സിനിമയിൽ നിൽക്കാൻ പറ്റുന്നത്. സിനിമയിൽ നമുക്ക് പൈസ ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് നമ്മളെ ഒരു 4 ദിവസത്തെ വർക്കിന് നമ്മളെ 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 10 ഇടും, പിന്നെ ഒരു 5 ഇടും, പിന്നെ ഒരു 20 ഇടും, പിന്നെ അതിന് ഡബ്ബിങ് തരാമെന്ന് പറയും, പിന്നെ ഒരു വർഷം കഴിയും ചിലപ്പം. അപ്പം നമുക്ക് കൃത്യമായി നമുക്കൊരു വരുമാനം സിനിമയിൽ നിന്ന് കിട്ടാൻ ഇനിയും സമയമെടുക്കും. ഞാനിപ്പോൾ 2009 തുടങ്ങിയല്ലേ, ഇപ്പോൾ 2024 അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷേ ഇന്നും ഫിനാൻഷ്യലി ഞാൻ സിനിമയിൽ നിന്ന് സേഫ് അല്ല. എനിക്ക് മാസം 1-ാം തീയതി വാടക കൊടുക്കാനും, അല്ലെങ്കിൽ എനിക്ക് കൂടെ ശമ്പളം ജോലി ചെയ്യുന്നവർക്കൊക്കെ ശമ്പളം കൊടുക്കാനും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് വേറെ ജോലി ചെയ്യണം. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ദിലമയാണ്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റു ജോലിക്ക് ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ഒരു ജോബിന് ആർക്കും പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം അല്ല, പക്ഷേ എനിക്ക് ചിലവുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കിട്ടുന്ന പൈസ മുഴുവൻ എനിക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, 2 വീട് നോക്കാനുണ്ട്, അങ്ങനെ പൈസ ചിലവുണ്ട്. എല്ലാം കൂടെ കിട്ടുന്നത് ഇങ്ങനെ തട്ടിമുട്ടി അവിടെ നിന്ന്. പിന്നെ ഒരുപാട് പൈസയൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല സിനിമയിൽ. നമ്മളെ മിക്കവാറും വിളിക്കുമ്പോൾ നിങ്ങൾ പറയാമെന്നാണ് ഞാൻ പറയാം. നിങ്ങൾ എത്ര രൂപയാണ് പറയുന്നത്, അത് നിങ്ങളുടെ ബഡ്ജറ്റ് പറയാൻ ഞാൻ അതനുസരിച്ച് ചെയ്യാം. അങ്ങനെ പറഞ്ഞില്ലേ നമുക്ക് വർക്കും കിട്ടത്തില്ല. ഈ വർക്ക് എന്ന് പറയുന്ന ഇതൊരു അൺസ്റ്റെബിലിറ്റി. നമ്മൾ കൃത്യമായ എമൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നാളെ വർക്കിന് വിളിച്ചോളണം ഒരിക്കലും ഇല്ലല്ലോ, അന്ന് തന്നെ മാറ്റും. ചോദിച്ചോ അടുത്തെങ്കിലും പൈസ? അടിപൊളി. അല്ല അതൊരു അത് വളരെ എന്താ പറയാ, നമ്മൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്കാണ് അത്. സ്ത്രീകൾക്കൊന്നുമല്ല, പുരുഷന്മാർക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ആണും പെണ്ണൊക്കെ ഒരുപോലെ തന്നെ. കാശക്കാരെങ്കിലും ചോദിച്ചാൽ ബാലേട്ടൻ പറയുമായിരുന്നു, ഓ ഏതാ അടിയന്മാരെല്ലാം കൂടെ കാശ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വിളിക്കുകയായിരുന്നു, എൻ്റെ ഏർപ്പാട്. ബാലേട്ടൻ ബാലേട്ടൻ എൻ്റെ ഏർപ്പാട്, കാശ് ചോദിച്ചാൽ പിന്നെ വിളിക്കുകയല്ലോ കേട്ടോ, പിന്നെ ഫോണും എടുക്കുകയല്ല, വലിയ കുഴപ്പമായിട്ടൊക്കെ പറയുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. സിനിമ അങ്ങനെയാ എന്ന് വെച്ചാൽ, സിനിമയിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് ചോദിക്കുന്നതൊക്കെ അവർക്ക് തരാൻ പറ്റുമോ? അവരൊരു ബഡ്ജറ്റിൽ നിന്നല്ലേ സിനിമ ചെയ്യുന്നത്, പ്രത്യേകിച്ച് മലയാള സിനിമ. ഓടി എന്ന് പറയാം, എത്ര സിനിമയും ഓടും. നമ്മൾ ഡിസേർവിങ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ട്. ഈ പറഞ്ഞ പുരുഷന്മാർക്കും സെയിം ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അല്ലാതെ സിനിമ നമ്മൾ സാറ്റലൈറ്റ് കിട്ടുന്ന ഒരാളാണ്, നമുക്ക് അത്രയും ഫാൻ ഫോളോയിങ്ങിനുണ്ടെങ്കിൽ കഥ മാറി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, അവർ നമ്മുടെ വീട്ടിൽ പൈസ കൊണ്ട് തരും. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത് മിക്കവാറും ഹീറോയിൻസ് അത്ര തന്നെയല്ലേ ഉള്ളൂ. ബാക്കിയുള്ള നമ്മൾ ചെയ്യുന്ന ഈ ക്യാരക്ടർ റോൾസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് എപ്പോഴും കിട്ടിയത് ഭാഗ്യം എന്നുള്ള രീതി തന്നെയല്ലേ ഇപ്പോഴും. അതെ അതെ, സംശയം വേണ്ട. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഈ വരുമാനത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലർക്കൊക്കെ ആണെങ്കിൽ ഇത് കഴിയുമ്പോൾ ഉദ്ഘാടനം കിട്ടും, അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് കിട്ടും, ഡാൻസും പാട്ടും ഒക്കെ അറിയാമെന്ന് പറയുന്നത്. നമുക്കാണെങ്കിൽ അതും അറിയാൻ വയ്യ, ഡാൻസും പാട്ടും അറിയാൻ വയ്യ, അല്ലെങ്കിൽ സ്റ്റേജ് ഷോയ്സിന് പോയാലും ഒന്നും അങ്ങനെ പറ്റത്തില്ല. അപ്പം എനിക്ക് ഭാഗ്യത്തിന് വേറെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഒരു പ്രഷർ അനുഭവിക്കുന്നില്ല. പക്ഷെ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പോൾ, ഇപ്പോൾ ഷൈനിയൊക്കെ വിളിക്കുമ്പോൾ പറയും, എൻ്റെ പൊന്ന് പാറുമ്മ വയ്യ, എന്തൊരു പ്രശ്നമാണെന്ന് അറിയാമോ, വർക്കില്ല, അവർ പൈസ തന്നില്ല, എന്നും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ വിളിച്ചിട്ട് അയ്യോ എനിക്ക് കിട്ടാനുള്ള പൈസ തരുമോ, എന്ന് തരും എന്ന് ചോദിക്കേണ്ടി വരുന്നു, എന്തൊരു ഗതികേടാണെന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ അത് ഭയങ്കര സങ്കടമാണ്. കാരണം നമുക്ക് ഇപ്പം കൃത്യമായിട്ടൊരു, ഇപ്പം എൻ്റെയൊക്കെ അവസ്ഥയിൽ ഇപ്പം നമുക്ക് എഗ്രിമെൻ്റ് ഒക്കെ ഒപ്പിടുന്നുണ്ട്.
അപ്പോൾ അതിൽ നമുക്ക് ഇത്ര രൂപ കിട്ടും എന്നെങ്കിലും അറിയാം. മറ്റേ ചില സിനിമയിൽ ചില പൈസ കിട്ടുമോ, തരുമോ, വരുമോ, വിളിക്കുമോ, ഇത് കഴിഞ്ഞ ഡബ്ബിങ് നടക്കൂ. ചിലപ്പോൾ സിനിമ ഷൂട്ടിങ് കഴിയുമ്പോഴത്തേക്ക് റാപ്പാവും. പിന്നീട് ഡബ്ബിങ് ചിലപ്പോൾ നടക്കണമെന്നില്ല, 1.5 വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്തത്. അത് ഏത് പടമായിരുന്നു ഞാൻ ചെയ്തത്, ആ പടത്തിൻ്റെ ഡബ്ബിങ്, അതിന് പൈസ ബാക്കി കിട്ടാനുണ്ടായിരുന്നല്ലോ, അത് തരാം, എങ്ങനെയെങ്കിലും വന്നൊന്ന് തീർക്കാനുള്ള പുതിയൊരു പ്രൊഡ്യൂസർ വന്നു, ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്തോട്ടെ, നമ്മളൊന്നും ചോദിക്കില്ല, നമ്മൾ പോയി ചെയ്ത് കൊടുത്തിട്ട് വരും, അവർ തന്നാൽ വാങ്ങിക്കും. അത് സിനിമ ഇൻഡസ്ട്രിയും കൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴേ നമുക്ക് അത്രയൊക്കെ പറ്റുള്ളൂ. നമ്മുടെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്, നമ്മൾ ക്യാമ്പിങ്ങിലായതുകൊണ്ട് ബ്രെഡ് കഴിക്കണോ? ബ്രെഡൊക്കെ എടുത്ത് നമ്മൾ സെറ്റാക്കി വെച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതും കൂടെ നടക്കും. ആയിക്കോട്ടെ. ഇപ്പം വരുമാനത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ വരുമാനം മാത്രമല്ല, നമ്മൾ ചെയ്യാൻ പോകുന്ന കഥാപാത്രം എന്താണ് എന്ന് പോലും ചില സമയത്ത് ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇനീഷ്യൽ കുറേ കാലത്തേക്ക് ഉണ്ടാവില്ല. ആ ഒരു ഫേസ് ഒക്കെ എങ്ങനെയാണ് ചേച്ചി? നമ്മളത് കടന്നാണല്ലോ ഇപ്പൊ എത്തിയിരിക്കുന്നത്. എന്നെ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇങ്ങനെ ഒരു ഇമേജ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്നെ പൊതുവെ വിളിക്കുന്ന ഡയറക്ടേഴ്സ് ഡയറക്റ്റ് ആയിട്ടാ. എനിക്ക് വന്നിട്ടുള്ള കോളുകളിൽ 75% ഡയറക്ടേഴ്സ് ആണ് വിളിക്കുന്നത്, ഇങ്ങനൊരു ഇതുണ്ട്. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പരിചയം, ഇപ്പം ഗോദ വിളിക്കുന്നത് മനോജ് പൂങ്കുന്നതാണ്. അപ്പം അത് പറഞ്ഞ് ഇങ്ങനെ ഒരു ടീച്ചറിന്റെ ക്യാരക്ടറാണ്, പറഞ്ഞു ചേച്ചിങ്ങ് പോരാ, നല്ലതാ. അപ്പം എനിക്ക് അയാളുടെ പുറത്തുള്ള വിശ്വാസം, എനിക്ക് അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള വിശ്വാസം കൊണ്ട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്, അത് ദോഷവും വന്നിട്ടില്ല. അത് അതേസമയം ഇങ്ങനെ അല്ലാതെ ഞാൻ അഭിനയിക്കാൻ പോയ സിനിമയിൽ നമുക്ക് താമസിക്കാൻ പോലും കറക്റ്റായിട്ടുള്ള സൗകര്യം കിട്ടാതെ ബുദ്ധിമുട്ടി തിരിച്ചു പോകുന്ന ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ട് ഷൂട്ട് നിർത്തിയിട്ടല്ല, തുടങ്ങാതെ. എന്നുവെച്ചാൽ പറ്റത്തില്ല, നമുക്ക് പറ്റുന്ന ഒരു ഏരിയ അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പോകും. അന്ന് തുടങ്ങാൻ കാത്തു നിൽക്കാതെ അങ്ങനെ നമുക്കൊരു സിറ്റുവേഷൻ, നമുക്കൊരു ഇത് ശരിയാവുന്നില്ല എന്ന് കണ്ടപ്പം അങ്ങനെ അല്ലാതെ വഴക്കായിട്ടുണ്ട്, പ്രശ്നങ്ങളായിട്ടുണ്ട്. എടുക്കുന്നില്ലേ കൊച്ചിനെ? എടുക്കാം. അങ്ങനെയൊക്കെ ഇത് നിരന്തരം ഒരു ഫൈറ്റ് ആണ്. നമ്മൾ പറയുമ്പോൾ ലൈറ്റ് ആയിട്ട് പറയുന്ന കാര്യമാണെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് തിരിച്ചു വരേണ്ടി വരിക എന്നൊക്കെ പറയുന്നത്, നമ്മളൊരു വർക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി പോകുന്നതല്ലേ, അവിടെ ചെല്ലുമ്പോൾ പറ്റാണ്ടാവുക എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഭയങ്കര വിഷമം ഫീൽ ചെയ്യത്തില്ല. ഭയങ്കരമായിട്ട് പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു സിനിമയിൽ, അത് പക്ഷെ പൈസയുടെയോ പ്രോഗ്രാമിൻ്റെയോ ഒന്നും അല്ല, ഉഗ്രം പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു, എല്ലാം നല്ലതായിരുന്നു. എനിക്ക് സംവിധായകൻ ഒന്നാമത് ഒരു 4-5 പേര് ഒരുമിച്ച് നമ്മളോട് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അവർ, നിങ്ങൾ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഞങ്ങളെ ഹാസ്യമാക്കാനോ ഞങ്ങളെ ആക്ഷേപിക്കാനോ ആണ് നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് അവരത് ഇൻ്റർപ്രറ്റ് ചെയ്ത്. 3-ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ ആ സിനിമയിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അവർ കൈ കൊടുത്ത് ശരി എന്നാൽ പിന്നെ പിരിയാമെന്ന് പറഞ്ഞു. കാരണം ചില കാര്യങ്ങൾ അഭിനയിക്കാൻ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളാണ്. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, എനിക്ക് ഈ ക്യാരക്ടർ എന്തുകൊണ്ട് അങ്ങനെ ഇന്ന് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഞാൻ. അപ്പോൾ അത് അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. പുള്ളി ജെസ്റ്റേഴ്സ് വരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കൈ ഇങ്ങനെ എടുത്തിട്ട് പറ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കൈ എടുക്കാൻ തോന്നുന്നു, അങ്ങനെ കൈ എടുക്കും. അങ്ങനെയല്ല, എനിക്ക് ആ കഥാപാത്രത്തിൽ കയറിയാലേ എനിക്ക് അഭിനയിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാഷസ്, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണക്കല്ല സിനിമ. 1+1 എഴുതി 2 പറഞ്ഞ് കിട്ടൂല. ഇത് കെമിസ്ട്രിയാണ്. ചില കാര്യങ്ങൾ ഒക്കുമ്പോഴേ ശരിയായി വരുള്ളൂ. H2ഉം Oയും കൂടെ ചെയ്യുമ്പോഴേ വെള്ളമാവുള്ളൂ. അത് കറക്റ്റായിട്ടുള്ള കെമിസ്ട്രിയും ബാലൻസും വന്നില്ലെങ്കിൽ അപ്പം നമ്മൾ അതിനും ഇപ്പം മനസ്സുകൊണ്ട് പ്രിപ്പയർഡാണ്. എല്ലാ സിനിമയിലും നമ്മളെ വിളിച്ചാൽ ഉടനെ ഇത് വർക്ക് ആവണമെന്നില്ല. ഇതൊക്കെ ലേണിംഗ് അല്ലേ. നമ്മളവിടെ പോയിട്ട് അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ഓരോ സിനിമയും. നമ്മുടെ ലൈഫും അങ്ങനെയല്ലേ. ഇപ്പം ഞാൻ വേറൊരു വിഷയത്തിലൊക്കെ ഇപ്പം എന്താ പറയുക, നമ്മൾ പൊതുവെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് പോകുന്ന വിഷയമൊക്കെ ചേച്ചി വളരെ സില്ലി ആയിട്ടുള്ള വിഷയമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പം ഒരു കോ ആക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അൺവാണ്ടഡ് ടച്ച് ചേച്ചി ചിരിച്ചു കളഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അതൊക്കെ കുറെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ടച്ച് ഞാൻ ശരിക്കും വരണ്ടുപോയി. ആദ്യത്തെ ഞാൻ എപ്പോഴും ഒരു 3-ാമത്തെ പടം സിബി സാറിന്റെ പടത്തിൽ ഒരു തമിഴ് ആക്ടർ ഉണ്ടായിരുന്നു. അയാൾ കുറച്ച് മോശമായിട്ട് ടച്ച് ചെയ്ത്, മലയാളം പടത്തിന് തന്നെ ഒരു തമിഴ് ആക്ടർ അയാൾ മോശമായിട്ട് ഒരു അൺവാണ്ടഡ്, അവിടെ എല്ലാവർക്കും അറിയാം, അത് സാറിനും അറിയാം, എല്ലാവരും മുന്നേ വെച്ചിട്ടാണ് ഷോട്ടില് ടേക്കില് മോശമായിട്ട് പെരുമാറി. അന്ന് ഞാൻ ഭയങ്കര അപ്സെറ്റായി. ഞാൻ എന്നിട്ട് രാത്രി വിളിച്ചിട്ട് സജസ്റ്റഡ് പറഞ്ഞു ഞാൻ തിരിച്ചു വരാൻ പോവാണ്, ഞാൻ ഇനി അഭിനയിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ സിനിമ അഭിനയിക്കാൻ പോകാൻ? അല്ലല്ലോ. അത് തോറ്റിട്ടൊന്നും വരാൻ പറ്റത്തില്ല. പക്ഷെ ഇത്രയും പേര് കണ്ടിട്ട് അതിന് ആരും സപ്പോർട്ട് ചെയ്തില്ല. 2009-ലേടാ, പിന്നല്ലേ ഈ നിയമവും കാര്യങ്ങളും ഒക്കെ വന്നത്.
പക്ഷെ എന്നാലും ഒരു പെൺകുട്ടി അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല. അബ്യൂസ്ഡ് ആവുകയാണ് എന്ന് കാണുമ്പോൾ അതിനകത്തുള്ള ഒരു മനുഷ്യൻ പോലും ഒരു കാര്യം പോലും. പിറ്റേ ദിവസം എന്നോട് ആലോചിച്ചാൽ ചേച്ചി ഇന്നലെ ഉരുട്ടി പുരട്ടി ഇത് കേട്ടല്ലോ എടുത്തത്, അങ്ങനെയൊക്കെ കോമഡികളാ പറഞ്ഞത്. അതൊക്കെ 2012 നിർഭയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ച് ഇങ്ങനെ ഒരു നിയമമൊക്കെ വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് സ്ത്രീ ശരീരം എന്നൊക്കെ പറയുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരു കാര്യവും ഇല്ല, അങ്ങനെ ഒരു കാര്യവും ഇല്ലായിരുന്നു. ഞാൻ അത് എൻ്റെ പേഴ്സണലി ഇപ്പം എന്നെ വേറെ ആരും അങ്ങനെ ചെയ്യത്തില്ല. കാരണം ഞാനൊരു ടെലിവിഷനിൽ അന്ന് തന്നെ അറിയപ്പെടുന്ന ഒരാളായിരുന്നു, വേറെ ഒരുപാട് തരത്തിൽ അറിയുന്ന. പക്ഷേ ഇയാൾക്ക് തന്നെ അറിയില്ല, ഇയാളൊരു വേറെ നാട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അയാൾ ഓൺ സെറ്റാണ് മിസ്ബിഹേവ് ചെയ്തത്. അപ്പോഴത്തേക്ക് സാറ് പറഞ്ഞത് രാത്രി 12 മണിക്കെങ്ങാണ്ടാ ഷോട്ട് എടുത്തുകൊണ്ടിരുന്നത്. മിസ്റ്റർ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിട്ട് നമുക്ക് ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഒഴിവാക്കിയിട്ട് ഒന്നും കൂടെ എടുക്കാം. എന്നിട്ട് ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഒഴിവാക്കി ഞാൻ ഫുൾ തെറ്റിച്ച് ഡയലോഗ്. അപ്പോൾ സാറ് എന്നെ വഴക്ക്, നിങ്ങളെന്ത് ഡയലോഗ് തെറ്റിക്കുന്നതാണ്. ഞാൻ ഷോക്ക്ഡ്. ഞാൻ ആകാശത്ത് നക്ഷത്രമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ടക് 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 എന്നൊക്കെ. അപ്പോൾ ഡയലോഗ് ചെറിയ പെൺകുട്ടികളാണ് അത്രയുള്ള സിറ്റുവേഷൻ. ചെറിയ പെൺകുട്ടിയൊന്നും അല്ലായിരുന്നു ഞാൻ. പക്ഷെ ഏത് പെൺകുട്ടിയായാലും ഏത് സ്ത്രീ ആയാലും നമ്മൾ പെട്ടെന്ന് നമുക്ക് ശീലമില്ലാത്ത കാര്യം സംഭവിക്കുമ്പോൾ നമ്മളിങ്ങനെ ഷോക്കായിപ്പോൾ ഞെട്ടി നിൽക്കും. അത് കഴിഞ്ഞ് റിയാക്ട് ചെയ്യുമായിരിക്കും, പക്ഷെ ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചു. ഇപ്പൊ തോന്നുന്നുണ്ടോ അന്ന് റിയാക്ട് ചെയ്യണമായിരുന്നു, അയാളോട് എന്തെങ്കിലും പറയണമായിരുന്നു എന്ന്? ഇന്നായിരുന്നു ഞാൻ പിറ്റേ ദിവസം അയാൾക്ക് പണി കൊടുത്തു. പിറ്റേ ദിവസം അയാൾക്ക് എന്റെ മുഖത്ത് നോക്കി ഡയലോഗ് പറയണം. 16 ടേക്ക് എടുത്തു, ഞാൻ 10 എടുത്തുള്ളായിരുന്നു. അയാൾ എന്റെ മുഖത്ത് നോക്കി സാർ എന്നിട്ട് അവസാനം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടാക്കുന്ന വല്ല പിന്നെ എന്താ കമ്മീഷൻ വല്ലതും കിട്ടുന്നുണ്ട്, ഞാൻ ഈ ഷോർട്ട് എടുത്തോട്ടെ എന്നെ പാർവതി, അങ്ങനെ നോക്കി പേടിപ്പിക്കാതെ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും സാർ, അയാൾ ഡയലോഗ് പറയാൻ പറയുന്നത്. അയാൾ ഇങ്ങനെ ഒരു വലിയ ടേക്കാ കേട്ടോ റീത്തേ എന്ന് പറഞ്ഞ് നടന്ന് വന്നിട്ട് എന്നെ ഇങ്ങനെ മുഖത്തോട്ട് തൂക്കണം. ഞാനൊന്നും ചെയ്തൊന്നുമില്ല. ഞാനയാളെ ഞാൻ അയാളെ വെറുതെ സ്റ്റെയർ ചെയ്തല്ല, അയാൾക്ക് തിരിച്ച് സ്റ്റെയർ ചെയ്യാനില്ല. ഞാൻ അയാളെ തന്നെ എന്നാലും ഇടോ താൻ എന്നെ ഞാൻ ഇങ്ങനെ നോക്കാം, അയാൾ എന്നെ ഇങ്ങനെ നോക്കും, തെറ്റിക്കും. ഒന്നാമതേക്ക് ഭാഷ അത്ര അറിയില്ല. സാറെന്നെ കുറേ വഴക്കും, നിങ്ങളെന്ത് ഞാൻ ഈ സിനിമ മാം സാർ ഇതിലും എനിക്കാണോ വഴക്ക്, അയാളോട് പോയി പറയാം, ഡയലോഗ് പിടിച്ചിട്ട് പറയാൻ. ശരിക്കും ഇത് ഒരു എന്താ പറയാ, നമ്മുടെ നാട്ടില് എപ്പോഴും പറഞ്ഞതുപോലെ കുറ്റക്കാരെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ് തെറ്റുകാരെന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം തന്നെയല്ലേ ഇപ്പൊ. ഞാൻ പറയുന്നത് സിനിമയിലൊന്നും അല്ലെന്ന്, ഇത് എല്ലാ കാലത്തും എല്ലായിടത്തും അന്നത്തെ ഒരു രീതിയാണ് ഇത്. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ. ഇതൊക്കെ തന്നെയല്ലേ ഇതിന്റെയൊക്കെ ചെറിയൊരു വേർഷൻ തന്നെയല്ലേ ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. ഞാൻ പറയുന്നില്ല, നിയമം മാറിയപ്പോഴാണ് ഇത് മാറിയത്. നമുക്ക് എന്താണ് ആദ്യം മാറ്റേണ്ടത്? രീതികൾ മാറില്ല. സതി ഉണ്ടായിരുന്നു, നിയമം വന്നപ്പോൾ സതി നിന്നു. നിയമം കൊണ്ടേ ചില കാര്യങ്ങൾ നേടാൻ പറ്റും. സിസ്റ്റം മാറ്റിയാലേ പറ്റൂ, അല്ലാതെ there is no other alternative. ഒത്തിരി എന്താ പറയാ, മൈൻഡ് സെറ്റ് മാറൂല, നിയമം കൊണ്ടേ മാറുള്ളൂ. വരുത്തിക്കണം, നിയമം കൊണ്ട് മൈൻഡ് സെറ്റ് മാറൂല. നമ്മൾ ഒരു വ്യക്തിയെ, പിന്നെ ഞാൻ അന്നൊക്കെ ആണെങ്കിൽ ഇയാളാണ് പ്രശ്നം അയാളാണ് പ്രശ്നം, പിന്നെ ഞാൻ ജീവിതത്തിൽ പഠിച്ചു അങ്ങനെ ഒരു വ്യക്തിയും അല്ല പ്രശ്നം, സിസ്റ്റമാണ് പ്രശ്നം. നമുക്ക് എത്ര പേരെ തിരുത്താൻ പറ്റും? സിസ്റ്റം അങ്ങ് മാറ്റിയാൽ എല്ലാം അങ്ങ് മാറും. ഇപ്പോൾ ആൾക്കാർ പറയില്ലല്ലോ, എന്തുകൊണ്ടാണ്? നിയമം വന്നതുകൊണ്ടാണ്. പണ്ട് ബസ്സിൽ വെച്ചിട്ടുണ്ടായ ഒരു അനുഭവത്തെ പറ്റി പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി എന്നുള്ള ഏതൊരു വ്യക്തിക്ക് ഉണ്ടാകാൻ പറ്റുന്ന അതിൽ ഏറ്റവും ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്കമാലിയിൽ നിന്ന് ഒരു എനിക്കറിയില്ല പ്രേക്ഷേച്ചിയുടെ അന്ന് എന്താ ശരിക്കും സംഭവിച്ചത്. ഞാൻ അനന്തപത്മനാഭൻ്റെ കല്യാണത്തിന് പോയിട്ട് പിറ്റേ ദിവസം എനിക്ക് കൈരളി ഷൂട്ടുണ്ട്. പപ്പൻ്റെ കല്യാണത്തിന് പോയിട്ട് ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് നിന്ന് 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് പാലക്കാട് നിന്ന് ബസ്സിൽ കയറിയതാണ്. അപ്പോൾ ഒരു അങ്കമാലി അടുപ്പിച്ച് ഒരു ബസ് എന്തോ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ ബസ്സിലെ ആൾക്കാരും കൂടെ അതിനകത്ത് കയറി. അപ്പോൾ ഞങ്ങൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ നിൽക്കുകയായിരുന്നു അത്രയും നേരം. അപ്പോൾ ഇവരെല്ലാം കൂടെ കയറിയപ്പോഴത്തേക്ക് 2 സ്ത്രീകൾ ഇരുന്നെടുത്തു നിന്ന് എന്നെ ഇങ്ങനെ ശകല സ്ഥലം തന്നിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ബസ് കയറിയ ആൾക്കാർ, ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുവായിരുന്നു ബാഗും കൈ വെച്ചിട്ട്, പിച്ചോ നുള്ളോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറെ നമ്മളിങ്ങനെ നോക്കി ആരെയും കാണൂല, എവിടുന്നോ കൈകൾ വരുന്നു. എവിടുന്നാ നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, തല പൊക്കാൻ പറ്റുന്നില്ല, ഇവിടെ പിച്ചോ നുള്ളോ ഒക്കെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കൊല്ലമൊക്കെ എത്തി പിന്നെ ഫോൺ ഓഫായിപ്പോയി. എനിക്കാണെങ്കിൽ ആരെയും വിളിക്കാനും പറ്റില്ല, ശീലവും ഇല്ല ബസ്സിൽ കയറി.
ഒന്ന് റിയാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. നമുക്ക് ഭയങ്കര തിരക്കാണ്, ആരോട് പറയാനേ, എന്ത് ആരും പറയാനാ. കാണുന്നൊന്നുമില്ല, അടുത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ കാണുന്നുണ്ട്. മനസ്സിലാക്കുന്നുണ്ട്. അവസാനം ആ പോകാൻ നേരത്തെ ആ ഒരു സ്ത്രീ പറഞ്ഞു ഫ്രണ്ടിൽ വന്നിരിക്കും, ഞങ്ങളും കൂടെ ഇറങ്ങുവാണെന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് എത്തിയപ്പോഴത്തേക്ക് ഒരു മുമ്പിൽ കൊണ്ടിരുത്തി. മുമ്പിൽ ആ സമയത്താണ് കുറച്ച് ഇടം കുറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ആറ്റിങ്ങിൽ ലാസ്റ്റ് സ്ത്രീ ഇറങ്ങുമ്പോൾ നിങ്ങളും കൂടെ ഇറങ്ങിക്കോ. എന്നിട്ട് അവരുടെ ഫോൺ തന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ആറ്റിങ്ങിൽ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം നോക്കുമ്പോൾ എൻ്റെ ഷോളൊക്കെ ഫുൾ നനഞ്ഞ് എന്തൊക്കെയോ ഭയങ്കര വൃത്തിയായിട്ട ഒരു അനുഭവമായിരുന്നു. ഞാൻ ചെന്ന് ഓരോ പിന്നെ എനിക്ക് ഭയങ്കര ഷോക്കും വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം ഞാൻ ചെന്ന് ആ കണ്ടക്ടറോട് പറഞ്ഞിങ്ങനെ ആൾക്കാരിങ്ങനെ ഭയങ്കര മോശമായിട്ട് പെരുമാറി, നിങ്ങൾ ഈ ടെലിവിഷനിലൊക്കെ ടി വിയിലൊക്കെ വരുന്നവരൊക്കെ കൂടെ ഇതിനകത്ത് ചാടി വലിഞ്ഞ് കയറണം എന്തിന് ചോദിച്ചു. ആറ്റിങ്ങിൽ വന്നിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ വീട്ടിൽ ചെന്ന് ഉടുപ്പൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു ചുരിദാറായിരുന്നു, കത്തിച്ചളഞ്ഞ്. ഈ ഒരു എന്താ പറയാ, നമ്മളിപ്പോ ചേച്ചി ഇപ്പൊ വളരെ ഇതായിട്ട് പറഞ്ഞുവെങ്കിലും ഇന്നത്തെ പറയും കുഞ്ഞെ, ഇപ്പൊ പറയും. ഇപ്പൊ എനിക്ക് ഇതൊക്കെ ഞാൻ അന്നും ഇങ്ങനെ ഇത്ര മനുഷ്യരൊക്കെ ഭയങ്കര നല്ലതാണ്, എല്ലാം ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഷോക്കൊക്കെ. ഇപ്പൊ നമ്മൾ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിൽ കണ്ടും കേട്ടും അങ്ങനെ ഷോക്ക് ഇല്ല ഇപ്പൊ ലൈഫിൽ. എനിക്ക് 53 വയസ്സായി, ഞാനിത് സംഭവിക്കുന്ന 30 വയസ്സിലാണ്. ഇപ്പം നമുക്ക് ജീവിതത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ഒക്കെ കുറേ കൂടെ വേറൊരു ധാരണയല്ലേ. എനിക്കിപ്പോൾ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തണം എന്നോ ചൂണ്ടി അയ്യേന്ന് ഷെയിം ചെയ്യണം എന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. കാരണം മനുഷ്യരൊരു സാഹചര്യത്തിൻ്റെ വിക്റ്റിമാണ്. എല്ലാവരും ചെയ്യുന്നത് കൊണ്ടാണ് അവരും ചെയ്യുന്നത്. അത് കുറേ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമില്ല, അത് മാറിക്കോളും. ഇപ്പോൾ ഒന്നും ബസ്സിൽ സ്ത്രീകൾ കയറാലോ ധൈര്യമായിട്ട്. ഞങ്ങളുടെ ഒന്നും കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല. കുറേ മാറിയെന്നേ പറയാൻ പറ്റുള്ളൂ, ഫുള്ളായിട്ട് കുറേ മാറിയില്ലേ. അറ്റ്ലീസ്റ്റ് ഇതൊരു വാർത്തയാവില്ലേ ഇങ്ങനൊരു വിഷയം ഉണ്ടായാൽ. തീർച്ചയായിട്ടും പുറത്തെത്തും. പത്രക്കാർ ഒരു ദിവസം ചോദിക്കില്ലേ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പം അങ്ങനെയൊക്കെ ഒരു നമ്മുടെ ഒരു സിറ്റുവേഷനിൽ ഇത് റിപ്പോർട്ട് ചെയ്താൽ വിശ്വസിക്കുന്ന കാലമല്ല. 2005 ഞാൻ ആദ്യമായിട്ട് മനോരമ പത്രവുമായിട്ട് ചേർന്നിട്ട് സ്ത്രീകൾക്ക് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടൊരു രാത്രി യാത്ര നടത്തി. തമ്പാനൂരിൽ നിന്നല്ല, അതൊരു ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനറൽ ഹോസ്പിറ്റൽ, ഞാൻ സ്പെൻസർ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഗാന്ധി പാർക്ക് വരെയും അവിടെ നിന്ന് തമ്പാനൂർ വരെയാണ് നടന്നത്. എന്ത് മോശം അനുഭവമായിരുന്നു. എന്നോട് ജോൺ സാർ എവിടേക്കോ ഇരുന്ന് മനോരമേൻ്റെ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. ജോൺ സാർ എന്നെ വിളിച്ച് ചോദിച്ചു, പാർവതി മാല വല്ലതും ഇട്ടിട്ടുണ്ടോ, സ്വർണ്ണം വല്ലതും ഇട്ടിട്ടുണ്ടോ, പൊട്ടിക്കോ എന്നൊക്കെ. ഞാൻ സ്വർണ്ണമില്ല. ആൾക്കാരിങ്ങനെ സത്യം പറഞ്ഞാൽ ഗാന്ധി പാർക്കിൽ വെച്ച് എന്തോ ഒന്ന് സംഭവിക്കുക, അത്രയ്ക്ക് ഞാൻ ഭയന്ന് നിന്നപ്പം പിന്നെ ന്യൂസ് ഇപ്പോഴത്തെ ജനറേഷനിൽ പല ആൾക്കാർക്കും അറിയണ്ടാവില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്, കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ള ഒരാളായിരുന്നു ആ സമയത്ത്. ചേച്ചിനെ പറ്റി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് വായിച്ച ഓർമ്മയുണ്ട്, ഈ ന്യൂസിനെ പറ്റി നല്ല ധാരണയുണ്ട്. പക്ഷെ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് റോഡിൽ ഇറങ്ങി നടന്നപ്പോൾ? അല്ല, ആക്ച്വലി ഇങ്ങനെ റോഡിൽ നടക്കാനുള്ളൊരു സാഹചര്യം പറയാം. ഞാനന്ന് ഈ PR ചെയ്യുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാനിത് വാർത്തയുമായിട്ട് മനോരമയിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ജോൺ സാർ ഉണ്ടായിരുന്നു, P. കിഷോർ ഉണ്ടായിരുന്നു, അന്ന് ബിസിനസ് കൺസൾട്ടൻറ്റ്. ഇവർ രണ്ടൊരു മീറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഇത് വാർത്തയൊന്നും അവിടെ ഞാൻ പറഞ്ഞു ഞാനിവിടെ വെച്ചിട്ട് ഞാൻ പോവാണ്, കമ്പനിയിൽ നിന്നുള്ള ന്യൂസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാ, എനിക്ക് ഓട്ടോ വെയിറ്റ് ചെയ്യും. 2 മിനിറ്റ് നിൽക്കേ. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പോകണം, ഓട്ടോ വെയിറ്റ് ചെയ്യും. ഓട്ടോ പോയാൽ എന്താ? ഞാൻ പറഞ്ഞു അയ്യോ രാത്രി തമ്മാനൂർ വഴിയൊക്കെ ഇറങ്ങി നടന്നാലേ നല്ല ചേരായിരിക്കും, ഞാൻ പോട്ടെ, വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ അവരെന്നെ വിളിച്ച് ചോദിച്ചു എന്തു പറഞ്ഞു 2 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. അപ്പം പിറ്റേ ദിവസം ഞാൻ ഈ വാർത്തയുടെ ഫോളോ അപ്പിന് ചെന്നപ്പോഴത്തേക്ക് സാർ 2 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല, ഞാൻ അപ്പം തന്നെ ഇറങ്ങി വന്നില്ല, എന്തിനാ പോയി? ഞാൻ പറഞ്ഞു സാർ അത് ഇങ്ങനെ രാത്രി പോയാൽ എന്തോ സംഭവിക്കും. ഞാൻ പറഞ്ഞു സാർ ഭയങ്കര മോശമായുള്ള ചീത്ത സ്ത്രീകളായിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു എന്നാൽ ഒരു ലെറ്റർ എഡിറ്ററിന് ഒരു കത്തെഴുത്താൽ മതി. ഞാൻ പറഞ്ഞു സാർ എഴുതിക്കോ എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞായിട്ട് എഴുതിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ അഭിസാരികളെ പോലെയാണ് സാധാരണ റോഡിൽ ഇറങ്ങി നടക്കുന്ന സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഒരു കത്ത് എഴുതിയതുപോലെ അവർ തന്നെ എഴുതി. അത് കഴിഞ്ഞ് അവർ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പോലീസുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു ഷാഡോ പോലീസിങ് തുടങ്ങാൻ അവർ വില്ലിങ് ആണ്, പക്ഷെ നമ്മളിത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ പാർവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അന്നേ പറഞ്ഞു ഞാൻ പ്രൂവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പാർവതി അന്ന് പറഞ്ഞല്ലോ പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു എന്താ ഞാൻ ചെയ്യേണ്ടത്? സാറ് ഞങ്ങളൊരു ലൊക്കേഷൻ തരാം, നിങ്ങൾ അതുവഴി നടക്ക്, അപ്പം ഞങ്ങൾ നിങ്ങളെ ഒബ്സർവ് ചെയ്യും, എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വാർത്തയാക്കണം. അപ്പം ഞാൻ പറഞ്ഞു ശരി, പക്ഷെ 2 കണ്ടീഷൻ. ഒന്ന്, ഈ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നവരുടെ പടം ഇടരുത്. കാരണം അവരെ ഹേർട്ട് ചെയ്യാനോ അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനോ അല്ല എൻ്റെ ഉദ്ദേശം. ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് മാത്രമേ പ്രൂവ് ചെയ്യാവൂ. ഇനി അഥവാ ഇങ്ങനെ ഒന്നും നടന്നില്ലെങ്കിൽ അതും നമുക്ക് പറയണം. 2 പേര് സമ്മതിച്ചു, ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ആണ്
ജനറൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരു ദിവസം തീരുമാനിച്ചിട്ട് ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, ഹസ്ബൻഡോടും ആരോടും പറഞ്ഞില്ല. ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മനോരമ പോയി 7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന്, പക്ഷെ അവർ എഴുതിയപ്പോൾ അവരുടെ ആർട്ടിക്കിളിൽ 10 മണിക്ക് ശേഷം നടന്നു എന്നൊക്കെ. ആക്ച്വലി അങ്ങനെയല്ല, ഞങ്ങളൊരു 7:30, അതിപ്പോൾ ഞാൻ ചോദിച്ച സാർ എന്തിനാ നമ്മൾ 8 മണിക്ക് നടന്നിട്ട് സാർ 12 മണിക്ക് ശേഷം എഴുതി, 11 മണിക്ക് നിന്ന് എഴുതിയെന്ന്. അപ്പോൾ പറഞ്ഞു, പാർവതി അത് ഇങ്ങനെയൊക്കെ എഴുതിയ നാട്ടുകാർ പേടിച്ചു പോകും, 8 മണിക്ക് തൊട്ട് 11 മണി വരെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംഭവം. ഇപ്പം ഞാൻ 9:45 വീട്ടിൽ എത്തിയെന്ന്. 7 to 9:30 ഞങ്ങൾ നടന്നത്. അപ്പോൾ ആൾക്കാർ അപ്പം തൊട്ടേ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, അടുത്തൂടെ വന്ന് കമൻറ്റ് പറയുന്നുണ്ട്, വരുന്നോന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചു. ഗാന്ധി പാർക്കിൽ വെച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് ബൈക്കിലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കുന്ന പാപ്പച്ചൻ്റെ മോനുണ്ട്, വണ്ടി ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി, എന്തും ഇവിടെ നിൽക്കുന്നത്, ഈ നേരത്തെ ഇവിടെ നിന്നൂടാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് പുള്ളി ചാടി ഇറങ്ങി. പറയാനും വയ്യ. ഞാൻ പറഞ്ഞു, അയ്യോ പാപ്പച്ച അല്ല, അത് വേണ്ട വേണ്ട, ഇവിടെ നിൽക്കാൻ വേണ്ട, വന്നേ ഇവിടെ നിന്നൂടെ, ഇവിടെ വന്നൂടെ, ഓട്ടോറിക്ഷ വിളിക്കട്ടെ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം, അല്ലെ അച്ഛനെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഞാൻ പറഞ്ഞു പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാർ പണി പാളി. അപ്പോൾ അന്നൊരു കാര്യം പറഞ്ഞ് നടന്നു. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ സതിച്ച് അപ്പുറത്ത് വരാമെന്ന് പറഞ്ഞു, പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ വെട്ടിച്ചിട്ട് ഞാനിങ്ങനെ നടന്ന് ക്രോസ് ചെയ്തപ്പോഴാണ് ഒരു മനുഷ്യൻ കൈ കയറി പിടിക്കാൻ വന്നത്. അപ്പോഴത്തേക്ക് എവിടെന്നോ ദൈവദൂതനെ പോലെ ജയചന്ദ്രൻ ചേട്ടനില്ലേ, താടി ഫോട്ടോഗ്രാഫർ, ജയചന്ദ്രൻ ചേട്ടൻ ചാടി വന്നിട്ട് പറഞ്ഞു, മതി ഇവിടുത്തെ പരീക്ഷണമൊക്കെ പാർവതി വീട്ടിൽ കൊണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ഭയങ്കരമായിട്ട് ചൂടായി. അങ്ങനെ അന്നത്തെ പരിപാടി പോയി. അങ്ങനെ ഞങ്ങൾ വീണ്ടും മനോരമയുടെ ഓഫീസിൽ വന്ന് ഡിസ്കസ് ചെയ്തു. നമ്മൾ പറഞ്ഞു, ഇങ്ങനെ നടന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാവുള്ളൂ, അവരുടെ ഫോട്ടോസ് ഇടരുത്. അപ്പോൾ അത് ഇരുട്ടാക്കിയിട്ടാണ് ഒരു ഫോട്ടോസ് ഇട്ട്. പിറ്റേ ദിവസം തന്നെ ഷാഡോ പോലീസിങ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത് ട്രിവാൻഡ്രത്ത്. എൻ്റെ അടുത്ത ആഴ്ച ഒരുപാട് പേരെ പിടിക്കുകയും, പിന്നെ ഞാൻ അന്ന് CM ആയിരുന്ന VS അച്യുതാനന്ദനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിളിപ്പിച്ചു. അപ്പം ഞാനിങ്ങനെ ഒരു 10 കാര്യങ്ങൾ എഴുതി കൊടുത്തിരുന്നു. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് തമ്പാനൂർ ലൈറ്റ് വേണം. അന്ന് ബസ് സ്റ്റാൻഡുകളിലും പ്രധാനമായിട്ട് സ്ത്രീകൾ പോകുന്ന സ്ഥലത്തിൽ വെളിച്ചം വേണം. അന്ന് ഞാൻ ഈ പാലക്കാട് നിന്ന് വന്ന യാത്രയിലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രശ്നമായത് വെളിച്ചമില്ല. നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ കോട്ടയം എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ നമുക്ക് ചാടി ഇറങ്ങണം തോന്നിയാലും ഒരിടത്തും വെളിച്ചമില്ല. അപ്പോൾ നമുക്ക് എവിടെ ഇറങ്ങിയിരിക്കാനുള്ള ധൈര്യം വരുന്നില്ല. അപ്പോൾ ബസ് സ്റ്റാൻഡുകളിൽ വെളിച്ചം വേണം, വനിതാ ഓട്ടോകൾ വേണം, വനിത എല്ലായിടവും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ വനിതാ സെല്ലുകൾ വേണം എന്നൊക്കെ, അങ്ങനെയുള്ള ഒരു 10-15 കാര്യങ്ങൾ എഴുതി കൊടുത്തു. അത് എനിക്കൊന്നും ഇപ്പോൾ കേരളത്തിൽ എല്ലായിടവും അത് നടപ്പായി. അതിനകത്താണ് ഒരെണ്ണം ഞാൻ പറഞ്ഞിരുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടെന്ന് ബസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അവിടെ സ്ത്രീകൾക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, താമസിക്കാനുള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതെങ്കിലും ലോഡ്ജിൽ പോയി നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. സ്ത്രീകൾക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പോലീസ് ചോദിച്ചാൽ അറിയാൻ പറ്റണം എന്നൊക്കെയുള്ള ഒരു 10-15 പോയിന്റ് എഴുതി കൊടുത്തു. അത് കുറേ കാര്യങ്ങൾ നടപ്പിലായി എന്നാണ് എൻ്റെ വിശ്വാസം. 2005. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റം വന്നു. ട്രിവാൻഡ്രത്ത് നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്തു. എങ്കിലും കണ്ണുകൾ മാറുന്നില്ല. സിറ്റുവേഷൻ സാഹചര്യമൊക്കെ കുറേ മാറുമെങ്കിലും പഴയ കണ്ണുകളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നു. ആ സമയത്ത് നൈറ്റ് ലൈഫിൽ വരുന്ന കുട്ടികളെ പറ്റിയിട്ടും അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്ന കുട്ടികളോടൊക്കെ ഇപ്പോഴും പറയുന്നത്, ഇവളുമാർക്ക് ചോദിക്കാനും പറയാനും ആരില്ലേ എന്നുള്ളൊരു രീതി തന്നെ. അതല്ലേ ചോദിക്കുന്നുള്ളൂ, മറ്റത് അങ്ങനെയല്ലല്ലോ. കൈ പിടിച്ച് വണ്ടി കയറ്റുമല്ലേ. അങ്ങനെയൊന്നും ഇപ്പൊ സംഭവിക്കുന്നില്ല കേരളത്തില്. അത് നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനാണോ ഇറങ്ങി നടക്കുന്നതെന്ന് ഒരു ചോദ്യം ഇറങ്ങിയാൽ ആ സമയത്ത് ഇറങ്ങുന്നവര് കൂടെ പോകാൻ ബാധ്യസ്ഥരാണ്. അതന്ന് ആ സമയത്ത് ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഒരു വലിയ ഷോ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ തമ്മിൽ ഇതൊരു വിഷയം, പാർവതി കണ്ട നേരുകൾ എന്ന് പറഞ്ഞ, അന്ന് മധു നായർ ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹമൊക്കെ ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുന്ന പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുറത്തിറങ്ങി നടന്നതുകൊണ്ടല്ലേ ചെയ്തിട്ട് പോലും നടന്ന് പിന്നെ എന്താ വേണ്ടത്, നിങ്ങൾ സൗന്ദര്യം ഉണ്ടെന്ന് തെളിയിക്കാൻ പോയതാണോ, നിങ്ങളെപ്പോലെ കുറേ അലവലാതി പെണ്ണുങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെയോ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് അതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ ചെയ്ത കാര്യത്തിനെ കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് നമ്മളതിനെ അങ്ങനെ വ്യക്തിപരമായി ചില കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതാണ് ചില സ്ഥലത്ത് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അത് ഉറപ്പായിട്ട് അറിയാം. കാരണം അതൊരു ആ കാലത്ത് തന്നെ ആരും കല്യാണങ്ങൾക്ക് വിളിക്കില്ലായിരുന്നു. തിരുവനന്തപുരത്തിനെ ചീത്തയാക്കിയ സ്ത്രീ എന്നുള്ള പേരുണ്ടായിരുന്നു. ആൾക്കാർ അവോയ്ഡ് ചെയ്യുമായിരുന്നു. ഉറപ്പായിട്ട് തിരുവനന്തപുരത്തിനെ ചീത്തയാക്കി എന്ന് പറഞ്ഞ് നിങ്ങൾ പാടിച്ച ഭയങ്കര വൃത്തികേടായിപ്പോൾ, ഇത്രയും കാലം നിങ്ങളെക്കുറിച്ച് ഒരു മാന്യത ഉണ്ടായിരുന്നു, നിങ്ങളെ ഏറ്റവും വൃത്തിയുടെ സ്ത്രീയായിട്ട് കണ്ണിൽ അധപ്പതിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എത്ര പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപക്ഷെ സൗമ്യയുടെ കേസ് വന്നതിന് ശേഷമാണ് ആൾക്കാർ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറിയത്. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ പാർവതി. അന്ന് പറഞ്ഞ പാർവതിയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. സൗമ്യയുടെ വിഷയം വന്നപ്പോഴാണ്
പാർവതി പറഞ്ഞതിൽ ശരി ഞങ്ങൾ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞ് എത്ര പേരുണ്ടെന്ന് അറിയാമോ?